ഗായ്സ്, വെൽക്കം ടു ഹാപ്പി സ്കൂൾ ബൈ ഐഫർ. ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ കെമിസ്ട്രിയിലെ മറ്റൊരു ടോപ്പിക്കായിട്ടാണ്, ഓണം എക്സാമിന് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം അല്ലേ. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഈ ചിത്രത്തിലോട്ട് തന്നെ നോക്കൂ, ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അല്ലേ. പടക്കം പൊട്ടുന്നത് ഒരു മാറ്റമാണ് അല്ലേ. ഇവിടെ ഒരാൾ കല്ലിൽ നിന്നിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, അതൊരു മാറ്റമാണ് അല്ലേ. മെഴുകുതിരി കത്തുന്നത് അല്ലേ, പടക്കം പൊട്ടുന്നത്. നോക്കേ, ഒരു പഴത്തിൻ്റെ കുല അത് പഴുക്കുന്നത് അല്ലേ, ഐസ് ക്യൂബ്സ് മെൽറ്റ് ആകുന്നത്, ഐസ് ഉരുകിയിട്ട് ജലമാകുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ. മാറ്റം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ. നീ ഇത്ര ചേഞ്ചായി അല്ലേ. നമ്മുടെ പലപ്പോഴും ചില ആൾക്കാർ ചോദിക്കുന്നതാണ്, നിനക്ക് നന്നായി ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ചേഞ്ച്, മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണ് നിൽക്കുക അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സ് അതൊക്കെ ഇട്ടിട്ട് ഒരു നോ മേക്കപ്പ് ലുക്ക് അല്ലേ, അങ്ങനെയല്ലേ ഇപ്പം പറയല്ലേ, അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിൽക്കുക. പക്ഷേ അതുപോലെയാണോ നമ്മളൊരു കല്യാണത്തിന് പോകുന്നത്? അല്ല അല്ലേ. കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ, ഇതുപോലെ അല്ലേ. വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയാണ്, നന്നായി അണിഞ്ഞൊരുങ്ങി അല്ലേ, അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ, അങ്ങനെയാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. ഇതൊരു മാറ്റമാണ് അല്ലേ. നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നോ മേക്കപ്പ് ലുക്കിലാണ് വീട്ടിലിരിക്കുന്നതെങ്കിലോ, കല്യാണത്തിന് നമ്മൾ വെൽ ഡ്രസ്ഡ് വെൽ മേക്കപ്പിൽ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ഒരു കുളി കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. ഒരു താൽക്കാലികം, ഒരു ചെറിയ നേരത്തേക്കുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത് അല്ലേ. പക്ഷെ നോക്കൂ, നമ്മളെല്ലാവരും ചെറിയ കുട്ടികളായിരുന്നു അല്ലേ. പിന്നെ അങ്ങനെ വളർന്ന് നമ്മൾ എന്താവും, വയസ്സായിട്ട് മാറുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മളൊരു മുത്തശ്ശിയായി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈഫ് രസമല്ല, എനിക്കെന്താണ് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് രസം, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ മേക്കപ്പ് ഇട്ട് കല്യാണത്തിന് പോയി, എന്നിട്ട് തിരിച്ചു വന്ന് മുഖം കഴുകിയപ്പോൾ നമ്മളെന്തായി, പഴയ ആളായി മാറി. പക്ഷേ നമ്മൾ വയസ്സായി കഴിഞ്ഞിട്ട് മുഖം കഴുകിയാൽ നമുക്ക് കുട്ടിയാകാൻ കഴിയുമോ? ഇല്ല അല്ലേ. അതൊരു സ്ഥിരമായിട്ട് ഒരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്തത് അല്ലേ. അതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടിലും അല്ലേ. മിസ് ഒരു പേപ്പർ എടുക്കുകയാണ്, ഒരു പേപ്പർ അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമായ ഒരു ബില്ലാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ ഒരു ബില്ലാന്ന് വിചാരിക്കുക, നമ്മളത് ചുരുട്ടു, ഇനി ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് ബിന്നിലിട്ടു, ചുരുട്ടിയിട്ട് എറിഞ്ഞു. പക്ഷേ പിന്നെയാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബില്ല് ആവശ്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് പോയിട്ട് ആ ചുരുട്ടിയ പേപ്പർ എന്താണ് നിവർത്തി നോക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അത് ആദ്യത്തെ പോലെ തന്നെ മാറ്റം വരും അല്ലേ. ആദ്യത്തെ രൂപത്തിലോട്ട് അല്ലേ, ആ പേപ്പർ ചുരുട്ടിയതിൽ നിന്ന് ആദ്യത്തെ രൂപത്തിലോട്ട് തന്നെ മാറ്റം വരും അല്ലേ. ചുരുട്ടിയ പേപ്പർ വീണ്ടും നിവർത്തിയാൽ അതെന്ത് ചെയ്യും, പഴയ പോലെ ആവും. പക്ഷേ ഇവിടെ നോക്കൂ, മിസ് എന്ത് ചെയ്യാണ്, ആ ബില്ലിന് ആവശ്യമില്ല, ഇനി ആ ഒരു പേപ്പർ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് മിസ് എന്ത് ചെയ്യാണ്, അത് കത്തിക്കാണ്. ഓക്കെ, അത് കത്തി കഴിഞ്ഞു, കത്തിയിട്ട് എന്തായി മാറി, ആഷായി മാറി അല്ലേ. കത്തി കഴിഞ്ഞാൽ അത് ചാരമായി മാറും അല്ലേ. അത് കഴിഞ്ഞിട്ടാണ്, അയ്യോ ആ പേപ്പർ എനിക്ക് ആവശ്യമുള്ളതായിരുന്നു, ആ പേപ്പർ ഇനി തിരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല, അതെന്തായി, പൂർണ്ണമായും കത്തിയിട്ട് എന്തായി മാറി, ചാരമായി മാറി അല്ലേ. അതൊരു സ്ഥിരമായ മാറ്റമാണ് അല്ലേ. അവിടെ വേറൊരു പദാർത്ഥം തന്നെ ഉണ്ടായി അല്ലേ. ഇവിടെ പേപ്പറാണ്, ആ പേപ്പറിനെ കത്തിച്ചപ്പോൾ അത് ചാരമായിട്ട് മാറി അല്ലേ. പക്ഷെ നമ്മൾ നേരത്തെ ഒരു പേപ്പർ ചുരുട്ടി അല്ലേ, ആ ചുരുട്ടിയ പേപ്പറിനെ വീണ്ടും നിവർത്തിയപ്പോൾ അതെന്തായി, പഴയതുപോലെയായി, പഴയ പേപ്പർ തന്നെയായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ പേപ്പറിനെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ അതെന്തായി മാറി, ചാരമായി മാറി അല്ലേ. മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒരു പുതിയൊരു പദാർത്ഥം തന്നെ ഉണ്ടായി അല്ലേ. രണ്ട് തരം മാറ്റമാണ് അവിടെ സംഭവിച്ചത്. ആ പേപ്പറിന് 2 തരത്തിലുള്ള മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ.
ഓക്കെ, ഇവിടെ ഈ ചിത്രത്തിൽ എന്താ കൊടുത്തത്? ഒരു വിത്ത് വളർന്ന് വളർന്ന് വലുതാകുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. അത് ചെറിയൊരു വിത്ത്, പിന്നെ അത് ഇങ്ങനെ മുളച്ചു വന്നു, പിന്നെ അതിന് ഇലകൾ വരും അല്ലേ. അത് ഓരോ ഘട്ടം ഘട്ടം സാവധാനമായിട്ടുള്ള ഒരു മാറ്റമാണ് അല്ലേ. അത് വലിയൊരു ചെടിയായിട്ട് വേണ്ട, ഇത് മുളയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് ഒരു വിത്ത് തന്നെ ആക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കൂ, മനോഹരമായൊരു റോസാപ്പൂവ് വിരിഞ്ഞു വരുന്നത് അല്ലേ. ഈ റോസാപ്പൂവ് വിരിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലേ, അത് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് വിരിയണ്ട, ആ മൊട്ടായിരുന്നു കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ആ റോസാപ്പൂവ് മൊട്ടിൽ നിന്നും പൂവായിട്ട് ഒരു സ്ഥിരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് സാവധാനം നടക്കുന്ന ഒരു മാറ്റമാണ് അല്ലേ. ചെറിയൊരു മൊട്ടിട്ട് അത് ഒരു പൂവായി വരുന്നത് കുറച്ച് സാവധാനത്തിലാണ് അല്ലേ. ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലേ. കാലങ്ങൾ എടുത്തിട്ട് നമ്മളൊരു പുതിയൊരു ഇരുമ്പിൻ്റെ ജനാല വെച്ചു അല്ലേ, ആ ജനാല പെട്ടെന്ന് തുരുമ്പ് പിടിക്കുമോ? ഇല്ല. അത് കാലങ്ങൾ ക്രമേണ അങ്ങനെ എടുത്തിട്ട് അത് തുരുമ്പ് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ സാവധാനം നടക്കുന്നു. ഇപ്പോൾ ഒരു പടക്കം പൊട്ടുന്നത് നോക്കിയേ, എത്ര വേഗത്തിലാണ് പടക്കം പൊട്ടുന്നത് അല്ലേ. അതുപോലെ സാവധാനം നടക്കുന്നതും വളരെ പെട്ടെന്ന് നടക്കുന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുപാടും അല്ലേ. ഇവിടെ നോക്കൂ, ഒരു ഐസ് ക്യൂബ് അല്ലേ. ഐസ് ക്യൂബിനെ നമുക്ക് വെള്ളമാക്കി, ജലമാക്കി, വാട്ടറാക്കി മാറ്റാൻ പറ്റുമോ? പറ്റും അല്ലേ. എങ്ങനെയാ? ഒരു ഐസ് ക്യൂബ് എടുത്ത് അത് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജലമാക്കി മാറ്റണമെങ്കിൽ അതിനൊന്ന് ഹീറ്റ് ചെയ്താൽ, ചൂട് കൊടുത്താൽ അത് എന്തായി മാറും? അത് മെൽറ്റായിട്ട് ജലമായിട്ട് മാറും അല്ലേ. ഇത് നോക്കൂ, ഇവിടെ ഒരു പടക്കം അല്ലേ. പടക്കത്തിന് തിരി കൊളുത്തിയിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കുകയാണ് അല്ലേ. ആ പടക്കം എന്തായി? പടക്കം പിന്നെ പൊട്ടിക്കഴിഞ്ഞു അല്ലേ. പടക്കം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണ്ടായിരുന്നില്ല, പടക്കം വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അവിടെ എന്താണ്? ഒരു പെർമനൻ്റ് സ്ഥിരമായ മാറ്റമാണ് സംഭവിച്ചത്. എന്നാൽ ഈ ഐസ് ക്യൂബിൻ്റെ കേസ് നോക്കൂ. ഐസ് ക്യൂബ് മെൽറ്റായി വാട്ടറായിട്ട് മാറി, ജലമായി മാറിയാൽ വേണം നമുക്ക് തിരിച്ച് ഈ ഐസ് ക്യൂബിലോട്ട് തന്നെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അല്ലേ. അതിൽ കൂൾ ഡൗൺ തണുപ്പിച്ചാൽ നമുക്ക് വീണ്ടും ഐസായിട്ട് കിട്ടും അല്ലേ. അവിടെ സ്ഥിരമായ ഒരു മാറ്റമല്ല, കുറച്ച് നേരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് അവിടെ ഐസിന് സംഭവിച്ചത്. എന്നാൽ പടക്കം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഒരു പദാർത്ഥമായിട്ട് മാറി. പിന്നെ അവിടെ പടക്കം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അതൊരു ചാരമായിട്ട് മാറുകയാണ് അല്ലേ. അത് സ്ഥിരമായൊരു മാറ്റമാണ്. അവിടെ മറ്റൊരു പദാർത്ഥം തന്നെ ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ 2 തരം മാറ്റങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിലെ ഒന്നാമത്തെ മാറ്റമാണ് എന്ത്? ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഐസ് ക്യൂബ് മെൽറ്റാകുന്നത്, ഐസ് ക്യൂബ് ജലമാകുന്നത് ഒരു ഭൗതിക മാറ്റമാണോ? അതെ അല്ലേ. അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഐസ് ക്യൂബിനെ എന്ത് ചെയ്യാം? ജലമായെടുത്ത് വാട്ടർ ആയതിനെ വീണ്ടും നമുക്ക് തണുപ്പിച്ചാൽ എന്ത് തന്നെ കിട്ടും? ഐസ് കിട്ടും അല്ലേ. അതെ. അപ്പോൾ എന്തൊരു മാറ്റമാണ്? ഫിസിക്കൽ ചേഞ്ച് അല്ലേ. ഒരു ഭൗതിക മാറ്റമാണ്. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലോട്ട് മാറുമ്പോൾ അവിടെയുള്ള തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് അല്ലേ. ആ തന്മാത്രകൾക്ക് മാത്രമാണ് അവിടെ ഒരു മാറ്റം വരുന്നത്, അവയുടെ ക്രമീകരണത്തിൽ അല്ലേ. അത് നമുക്ക് തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് മാറ്റാൻ കഴിയും. ഇത്തരത്തിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൗതിക മാറ്റം അല്ലേ. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക മാറ്റമാണ്. അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, തന്മാത്രയുടെ ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റം വരുന്നത്. എന്നാൽ മറ്റൊരു മാറ്റമാണ് അല്ലേ, നമ്മൾ പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മറ്റൊരു വസ്തുവായിട്ട് മാറുന്നുണ്ട് അല്ലേ, മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്, ചാരമായി മാറുന്നുണ്ട്. അത് എന്ത് മാറ്റമാണ്? അത്തരം മാറ്റങ്ങളെ നമ്മൾ പറയുന്നതാണ് രാസമാറ്റം. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു അല്ലേ. പടക്കം പൊട്ടിച്ചാൽ അത്
ചാരമായി മാറുന്നു അല്ലേ, അത് പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള മാറ്റമാണ്? അതൊരു രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ച് ആണ്. അതിനെ നമ്മൾക്ക് പിന്നെ പൂർവ്വസ്ഥിതിയിലോട്ട് മാറ്റാൻ കഴിയില്ല. അതെന്താണ്? ഒരു സ്ഥിരമായ മാറ്റമാണ്. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു അല്ലേ. ഭൗതിക ചേഞ്ചിൽ, ഫിസിക്കൽ ചേഞ്ചിൽ എന്താണ്? തന്മാത്രകളുടെ ക്രമീകരണത്തിലാണ് മാറ്റം വന്നത്. എന്നാൽ അത് കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ അവിടെ പുതിയ തന്മാത്രകൾ തന്നെ രൂപം കൊള്ളുകയാണ് അല്ലേ. പേപ്പർ കത്തിച്ചാൽ അത് ചാരമായി മാറുന്നു, അവിടെ മറ്റൊരു തന്മാത്രകൾ തന്നെയാണ് രൂപം കൊള്ളുന്നത് അല്ലേ. ഇൻ എ ഫിസിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസസ് ആർ നോട്ട് ഫോംഡ്. In it, the arrangement of molecules in the substance changes. Arrangement of molecules മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. In a chemical change, രാസമാറ്റത്തിലെ one substance completely changes into another substance. ഒരു പദാർത്ഥം കംപ്ലീറ്റ്ലി മറ്റൊരു പദാർത്ഥമായിട്ട്, മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. that is new molecules are formed. അവിടെ ന്യൂ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഭൗതിക മാറ്റം ആൻഡ് രാസമാറ്റം അല്ലേ. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ടെമ്പററി, ഒരു താൽക്കാലിക മാറ്റമാണ് ഭൗതിക മാറ്റത്തിൽ ഉണ്ടാകുന്നത്. അവിടെ പുതിയ പദാർത്ഥങ്ങൾ രൂപം കൊള്ളുന്നില്ല. എന്നാൽ അത് കെമിക്കൽ ചേഞ്ച്, രാസമാറ്റമാകുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി തന്മാത്ര തന്നെ മാറുകയാണ് അല്ലേ. ഒരു പുതിയ ഒരു പദാർത്ഥം ഉണ്ടാവുകയാണ്. അതൊരു സ്ഥിരമായ മാറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫിസിക്കൽ ചേഞ്ചിൻ്റെയും കെമിക്കൽ ചേഞ്ചിൻ്റെയും ഉദാഹരണങ്ങൾ കണ്ടു നോക്കാം. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഭൗതിക മാറ്റം, രാസമാറ്റം എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഉദാഹരണം എന്താണ്? പാല് തൈരാകുന്നു അല്ലേ. പാല് തൈരാകുന്നു അല്ലേ. പാല് തൈരായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പാലായിട്ട് മാറ്റാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചാണ് അല്ലേ. ഒരു കെമിക്കൽ ചേഞ്ച്, രാസമാറ്റമാണ്. എന്നാൽ മെഴുക് ഉരുകുന്നു അല്ലേ. ഒരു മെഴുക്, വാക്സ് മെൽറ്റ് ചെയ്യാണ്. വാക്സ് മെൽറ്റ് ചെയ്താൽ അത് തിരിച്ച് അതിനെ വാക്സ് ആയിട്ട് തണുത്താൽ മാറ്റാൻ കഴിയും അല്ലേ. അതെന്ത് ചേഞ്ചാണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണ്. അടുത്ത എക്സാമ്പിൾ എന്താണ്? മെഴുകുതിരി കത്തുന്നു. ഈ രണ്ട് എക്സാമ്പിളും നിങ്ങൾക്ക് മാറിപ്പോകരുത്. മെഴുക് ഉരുകുന്നു, അതുപോലെ മെഴുകുതിരി കത്തുന്നു. അത് മെഴുകുതിരി കത്തുകയാണ്. മെഴുകുതിരി കത്തി കഴിഞ്ഞാൽ പിന്നെ അത് മെഴുകുതിരി ഉണ്ടോ? ഇല്ല. അവിടെ ഒരു സ്ഥിരമായ മാറ്റമാണ് നടക്കുന്നത് അല്ലേ. പക്ഷേ വാക്സ് മെൽറ്റ് ആയാൽ, മെഴുക് ഉരുകി കഴിഞ്ഞാൽ നമുക്കതിനെ പൂർവ്വസ്ഥിതിയിലോട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ കത്തുന്നത് അല്ലേ, മെഴുകുതിരി കത്തി കഴിഞ്ഞാൽ അത് എന്ത് ചേഞ്ചാണ്? കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റമാണ്. ഓക്കെ, മെഴുക് ഉരുകുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണ്. ജലം ഐസാകുന്നു. വാട്ടർ ടേൺസ് ഇൻ ടു ഐസ് അല്ലേ. ജലം ഐസായി കഴിഞ്ഞാൽ ആ ഐസ് ഉരുകിയിട്ട് വീണ്ടും ജലമായി മാറും. അതൊരു താൽക്കാലിക മാറ്റമാണ്. അപ്പം അതെന്താണ്? ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. അതുപോലെ ഐസ് ഉരുകുന്നത് അല്ലേ. ഉരുകിയ ഐസിനെ നമുക്ക് വീണ്ടും എന്താക്കി മാറ്റാം? ഐസാക്കി മാറ്റാം. അപ്പോൾ ഐസ് ഉരുകുന്നതും എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണോ കെമിക്കൽ ചേഞ്ചാണോ? അതൊരു ഭൗതിക മാറ്റമാണ് അല്ലേ. ഡിസോൾവ് ചെയ്ത ഒരു വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത സാൾട്ടിനെ നമുക്ക് വീണ്ടും എന്തൊക്കെയാ സാൾട്ടായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഈ കടൽ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഉപ്പ് എടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ എന്താണ്? ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്, ഒരു താൽക്കാലിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് അല്ലേ. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് അല്ലേ. തുരുമ്പ് പിടിച്ച് ഇരുമ്പിനെ പിന്നെ ഇരുമ്പാക്കാൻ കഴിയോ? ഇല്ല. അതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചാണ്, രാസമാറ്റമാണ്. ഓക്കെ, അതുപോലെ വിറക് കത്തുന്നത് അല്ലേ. വിറക് കത്തുന്നത് എന്താണ്? കത്തി കഴിഞ്ഞാൽ അത് ചാരമായി മാറും. അപ്പോൾ വിറക് കത്തുന്നതും എന്തിന് ഉദാഹരണമാണ്? കെമിക്കൽ ചേഞ്ച്, രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായ മാറ്റം സംഭവിക്കുന്നത് ആർക്കാണ്? രാസമാറ്റത്തിലാണ് സ്ഥിരമായ മാറ്റം സംഭവിക്കുന്നത് അല്ലേ.
ഭൗതിക മാറ്റത്തിൽ ഒരു താൽക്കാലിക മാറ്റമാണ്. അവിടെ പുതിയ പദാർത്ഥങ്ങളൊന്നും രൂപം കൊള്ളുന്നില്ല. രാസമാറ്റത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പുതിയൊരു തന്മാത്ര പുതിയൊരു പദാർത്ഥം രൂപം കൊള്ളുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളെ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നിങ്ങനെ തിരിച്ച് എഴുതുക. ക്ലാസിഫൈ ദ ചേഞ്ചസ് ഗിവൺ ബിലോ ആസ് ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ഇവിടെ കുറേ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? കുറേ മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. അതിന് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് മിൽക്ക് ടേൺസ് ഇൻടു കേർഡ്. പാല് തൈരാകുന്നു. ഇത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ? തൈരായ പാലിനെ പിന്നെ നമുക്ക് തിരിച്ച് പാലാക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരു സ്ഥിരമായ മാറ്റമാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ പാല് തൈരാകുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. രണ്ടാമത്തെ എന്താണ്? വാക്സ് മെൽറ്റ്. മെഴുക് ഉരുകുന്നു അല്ലേ? ഉരുകിയ മെഴുകിനെ നമുക്ക് വീണ്ടും മെഴുകാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പം അത് എത്തരത്തിലുള്ള ചേഞ്ച് ആണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണ് അല്ലേ? അതുപോലെ കാൻഡിൽ ബേൺസ് അല്ലേ? ഇതൊന്ന് കൺഫ്യൂഷൻ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഴുക് തിരി കത്തുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, അതൊരു രാസമാറ്റമാണ് അല്ലേ? കത്തിക്കഴിഞ്ഞ സംഭവത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അടുത്തത് എന്താണ്? വാട്ടർ ടേൺസ് ഇൻ ടു ഐസ്. ജലം ഐസാകുന്നു അല്ലേ? ഐസായി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ആക്കാൻ കഴിയില്ലേ അല്ലേ? ഐസിനെ വീണ്ടും വാട്ടർ ആക്കാൻ കഴിയും. അതൊരു താൽക്കാലിക മാറ്റമാണ്. ദാറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ. ഐസ് മെൽറ്റ്സ്. ഐസ് ഉരുകുന്നു അല്ലേ? ഐസ് ഉരുകുന്നതും എന്താണ്? ഒരു താൽക്കാലിക മാറ്റമാണ്. അതൊരു ഫിസിക്കൽ ചേഞ്ച് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ. മിൽക്ക് ടേൺസ് ഇൻ ടു കേർഡ്. പാല് തൈരാകുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ? മെഴുക് ഉരുകുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റമാണ്. മെഴുകുതിരി കത്തുന്നത് അല്ലേ? കത്തുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്? കെമിക്കൽ ചേഞ്ച്, ഒരു രാസമാറ്റമാണ് സംഭവിക്കുന്നത്. അതുപോലെ ജലം ഐസാകുന്നു. ജലം ഐസായത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, താൽക്കാലിക മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? അതുപോലെ ഐസ് ഉരുകുന്നു. ഐസ് ഉരുകുന്നതും ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇവിടെ മിസ് വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചേഞ്ചസ് ദാറ്റ് ആർ പെർമനൻറ്റ്. ചേഞ്ചസ് ദാറ്റ് ആർ പെർമനൻറ്റ് ആൻഡ് എ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ആർ കോൾഡ് ഡാഷ്. Changes that are permanent and new molecules are formed are called dash. എന്താണ് അവിടെ അല്ലേ? സ്ഥിരമായതും പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നതുമായ മാറ്റങ്ങളെ എന്ത് പറയുന്നു? ഡാഷ് എന്ന് വിളിക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ്? പുതിയൊരു തന്മാത്ര ഉണ്ടാക്കുന്നതും സ്ഥിരമായ മാറ്റം ഉള്ളതുമായ മാറ്റം ഏതാണ് അല്ലേ? കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം, കെമിക്കൽ ചേഞ്ച്. അവിടെ പുതിയൊരു തന്മാത്ര രൂപം കൊള്ളുന്നുണ്ട് അല്ലേ? അതുപോലെ സ്ഥിരമായ ഒരു മാറ്റമാണ്. ഇവിടെ നേരെ മറിച്ച് താൽക്കാലിക മാറ്റം, തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റം വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ എന്നെങ്കിലോ അപ്പോൾ അവിടെ ഉത്തരം എന്താണ്? ഭൗതിക മാറ്റം. അപ്പോൾ സ്ഥിരമായ മാറ്റമുള്ളതും പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്ത് മാറ്റമാണ്? രാസമാറ്റമാണ് അല്ലേ? ഇത് രണ്ടും നിങ്ങൾ മാറിപ്പോവരുത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ അല്ലേ? നിങ്ങൾ ഇപ്പോൾ പഠിക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അല്ലേ? ആ ഒരു മാറ്റം നമുക്ക് എക്സാമിൽ കാണാൻ കഴിയും അല്ലേ? മടി പിടിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഷുവറായിട്ട് കെമിസ്ട്രിയിൽ A+ നേടാൻ കഴിയും. ഓക്കെ. ബൈ.